ജാസിയുടെ ഓരോ കോപ്രായങ്ങൾ കാണാം. ജാസി വിഷുക്കണി ഒരുക്കിയിട്ട് ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ കളിയാക്കുന്ന ഒരു രീതിക്ക് വിഷുക്കണിയൊക്കെ ഒരുക്കി ചവിട്ടിയെടുത്ത് വെച്ചും കൊണ്ട്, ആ ചവിട്ടി അറിയാമല്ലോ, തറയിലിട്ട് ചവിട്ടണ ചവിട്ടി എടുത്ത് വെച്ച് കാണിച്ചും കൊണ്ട് അതിനെ ആക്ഷേപിക്കണം. എല്ലാം മുളകും മല്ലിയും പുളിയും ഉപ്പും ഉള്ളി എല്ലാം കൂടെയൊക്കെ വാരി വെക്കുന്നുണ്ട്. അപ്പം നമുക്കതൊന്നും കാണാം. മുസ്ലിംസ് ആയതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ നമുക്ക് ഏക ഇലാഹി അല്ലാഹ്. അപ്പോൾ മുസ്ലിംസ് ആയതുകൊണ്ട് നമുക്ക് ഏക ഇലാഹി അല്ലാഹ്. അപ്പം മുസ്ലിമിനെയും കളിയാക്കി അതിന് ബാക്കി കേൾക്കാം. നമുക്ക് അങ്ങനെ രൂപങ്ങളൊന്നും വെച്ചിട്ടല്ല നമ്മൾ വിഷുക്കണി ചെയ്യുന്നത്. പക്ഷേ ഇത് ഒരു വർഷത്തെ ഫലമായതുകൊണ്ട് നമുക്ക് നമ്മുടെ ഭക്ഷ്യ സാധനങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ വിഷുക്കണി ഒരുക്കുന്നത്. അപ്പൊ അതെല്ലാം കാണാം. നീ എന്തെങ്കിലും ചിരിക്കുന്നത്? നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ. അവൻ കിടന്ന് ചിരിക്കണ്. അവനെ എടുത്തിട്ട് അടിച്ചു ഇടിച്ചുമാണ് ഇട്ടേക്കണവൻ ജാസി. യവൻ പറയും കണക്ക് അവൻ എന്തേലും കേൾക്കും. ആക്ഷേപിച്ച് ചിരിക്കുകയാണ്. ഇരിക്കുന്നത് ഞാൻ ഇതിൽ വെക്കാന്ന് വിചാരിച്ചു. കാരണം നല്ല ഭംഗിയില്ലേ കാണാൻ, ഒരു പൂക്കളം പോലെ. കുറച്ച് കാണാനും വെറൈറ്റി അല്ലേ പൂക്കൾ ഓണത്തിന് അല്ല, ഒരു ഫ്ലവർ വെച്ച പോലെ അല്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതാ ഫസ്റ്റ് അരിയാണ് വെക്കുന്നത് കേട്ടോ, കാരണം അന്നം നിന്ന് പോകരുതല്ലോ. അപ്പോൾ നമ്മൾ അന്നം മുട്ടരുത്, അതുകൊണ്ട് ഫസ്റ്റ് അരി എടുത്ത് വെച്ച്. നല്ല വെള്ളരിയാണ് ഇത്. മഹാവിഷ്ണുവിനെ ആണ് റെപ്രസെന്റ് ചെയ്യുന്നതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എനിക്കറിയില്ല, ഞാൻ പറയുന്ന വലിയ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. വാൽക്കണ്ണാടി ഒരു ദേവിയെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് ഏത് ദേവി എന്നുള്ളത് ഞാൻ മറന്നുപോയി. പിന്നെ ദേവിനെ മാത്രമല്ല നമ്മളെ കൂടെ നമ്മൾ കാണുമ്പോൾ നമ്മളെ കൂടിയും പറയാതിരിക്കണടാ നല്ലത്. പറഞ്ഞാൽ ചിലപ്പോൾ വായി തോന്നണ എന്തെങ്കിലുമൊക്കെയാണ് പറയണത്. വാതയ്ക്ക് വാത കോതയ്ക്ക് കോത എന്ന് പറഞ്ഞ കണക്കാണ് നിന്റെ പറച്ചിൽ. അതുകൊണ്ട് പറയാതിരിക്കണേണ് നല്ലത്. അതിൽ കാണുന്നത് എന്താ മഹാബ്രഹ്മാസ്തുവ. നോട്ട് അങ്ങനെ വെക്കണ്ടേ? എങ്ങനെ വെച്ചത്? അങ്ങനെ വെക്കുക. ഞാൻ വെച്ചോണ്ട് ആശി ഇപ്പോഴും ദാ സ്റ്റൈൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ആശിനെ എണീപ്പിച്ചിട്ട് കാണിക്കണം. ഞാൻ അവിടെ എല്ലാം തിരിയും കാര്യങ്ങളൊക്കെ കൊളത്തിയിട്ടുണ്ട്. അവനാണ് ഈ എല്ലാം പറക്കി വെച്ചു കൊടുത്തത്. ആശിയാണ് വീഡിയോ പിടിച്ചതും എല്ലാം കണ്ട് പറക്കി വെക്കണതും എല്ലാം കണ്ട്. ആശിയെ ഇനിയിപ്പോൾ കണി കാണിപ്പിക്കുകയാണ് പുള്ളിക്കാരൻ. ആശി എണീക്ക്, കണ്ണോർക്കല്ലേ, എണീക്ക്, കണ്ണോർക്കല്ലേട്ടാ, കണ്ണോർക്കല്ലേട്ടാ. കള്ള ലക്ഷണം ഇതൊക്കെ വീഡിയോയ്ക്ക് വേണ്ടി കാണിക്കണതല്ലേ, അഭിനയം. എണീക്ക്, കണ്ണോർക്കല്ലേ, കണ്ണോർക്കണ്ട, കണി കാണാൻ വിളിക്കുക. വാ. ഇല്ല ഞാൻ പിടിച്ചു. വാ, എൻ്റെ തോള് പിടിക്കുക. ഇവിടെ കൈ ഇങ്ങോട്ട്. അവൻ പറയും പോലെ അത്രയും കാണിക്കും. ഈ ഇടയ്ക്ക് വെച്ചിട്ട് യവനെ ഒരുക്കി ഒരു റോഡിൻ്റെ മധ്യത്തോ എവിടെയെങ്ങാണ്ട കുറച്ച് മാലകളും കഴുത്തിലിട്ട് കൊണ്ടുവന്ന് അവിടെ നിർത്തിച്ച്, പാടത്ത് നോക്കൂത്തിയെ കൊണ്ടുവന്ന് നിർത്തൂലേ, അതേപോലെ യവനെ കൊണ്ടുവന്ന് അവിടെ നിർത്തി. എന്നിട്ട് മീഡിയക്കാരെ മുന്നിൽ പറയണ് എൻ്റെ ആശി ഇതാണ്ട കഴുത്തി കിടക്കണ എത്ര ലക്ഷത്തിൻ്റെയാണ്. കള്ളത്തരേ പറയുള്ളൂ. ലക്ഷക്കണക്കിനുള്ളതാണ് അവൻ്റെ കഴുത്തിൽ കിടക്കണേന്ന്. എന്തോ മുത്തുമാല ഇട്ടുകൊണ്ട് കൊണ്ടുവന്ന് അവിടെ അങ്ങ് നിർത്തിയിരിക്കുകയാണ്. ഇവിടെ പിടിക്ക്. എന്നെ പിന്നാലെ പോരെ. തുറന്നോ. ഇതിപ്പോ കളിയാക്കുന്ന രീതിക്കാണ് കാണിക്കണത്. ഈ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലുള്ള ഒരു കളിയാക്ക് പോലെയാണ് ഈ ജാസി കാണിക്കുന്നത്. ഇവൻ്റെ കാര്യം കൊണ്ട് തോറ്റും. അവൻ അതിനൊത്ത് തുള്ളയാണ്. ഇല്ലെങ്കിൽ അവൻ്റെ കവാലം പൊളക്ക് കിട്ടുമെന്ന് അവനറിയാം. അതാണ് അവൻ അത് തുള്ളണത്. കളിയാക്കിക്കൊണ്ട് ജാസി വിഷുക്കണി വെച്ചത് എവിടെയാണ്? കിച്ചനകത്ത് ഇറച്ചി മീനും ഒക്കെ വേവിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ അടുത്താണ് പറയണത്. അവിടെ മാത്രമേ ഇത്തിരി വൃത്തിയുള്ളൂ. അപ്പം ആ വൃത്തിയുള്ളിടത്ത് വെക്കുകയാണ്. കിച്ചനകത്ത് വൃത്തിയുണ്ടെന്ന്. ആ സൈഡിന് സ്ഥിരം പുള്ളിക്കാരൻ മട്ടനും ബീഫും ചിക്കനുമാണ് വേവിച്ച് ബിരിയാണിയാണ് ഇത് തന്നെയാണ് കഴിക്കണത് അവിടെ. എന്നിട്ട് ആ കിച്ചൻ്റെ ഭാഗത്ത് ആണ് ഒരു ചവിട്ടി എടുത്ത് വെച്ച് ആ ചവിട്ടിയുടെ മുകളിലാണ് പുളിയും ഉപ്പും മുളകും മല്ലിയും എല്ലാം കൂടെയൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് കളിയാക്കും കണക്ക് വിഷു കണി എന്നും പറഞ്ഞും കൊണ്ട് വെച്ചിട്ട് മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും കളിയാക്കും കണക്ക് കാണിച്ചിട്ട് ആശിയെ പോയി കണ്ണും പൊത്തി പിടിച്ചുകൊണ്ട് വന്ന് അവിടെ ആക്കി. അതിനുശേഷം പുള്ളിക്കാരൻ കളി കളിക്കുന്നുണ്ട്. അപ്പം അമ്മക്ക് അതൊന്ന് കാണാം. ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി വിഷു. അപ്പോൾ ഞാൻ വിഷു സദ്യ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. പുള്ളിക്കാരൻ ഒരുങ്ങി നിന്നിട്ട് ഇതാ നോക്കിയോളണം അടുത്ത കളിയാക്കൊക്കെ. ഒരുങ്ങി നിന്നിട്ട് കളിയാക്കുകയാണ്.
എനിക്ക് ഒരുപാട് സന്തോഷമായി. ഈ വിഷയം എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഒരുപാട് പേരാണ് എൻ്റെ പൊന്നുസഖി മിസ് ചെയ്തെന്ന്. അപ്പോൾ എങ്ങനെയാണ്? പൊന്നുസഖി എന്തിനാ പിണക്കം എന്നോട് എന്തിനാ, അല്ല പൊന്നി കൽബ് വേദന, എന്നെ കെട്ടി വീട്ടിലാക്കി നാട് വിട്ടതെന്തിനാ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു. ഇപ്പൊ മനസ്സിലായില്ലേ? കളിയാക്കിക്കൊണ്ട് ദാ അങ്ങനെ കളിക്കുകയും ചെയ്തു. അതിനായിട്ട് ഒരു ആശിയ യവനെ എന്തൊരു കോലം പറഞ്ഞു അങ്ങനെ തുള്ളിച്ചുകൊണ്ടാണ് നടക്കണത്. ഇതൊക്കെ അവൻ്റെ ഉമ്മ കാണുമ്പോഴുള്ള അവസ്ഥ. ജാസി ആശിയ വേഷം കെട്ടിച്ചുകൊണ്ടാണ് ഇങ്ങനെ നടക്കണം. ഓരോ സാധനങ്ങൾ എടുത്തിട്ടുകൊണ്ടും പെൺവേഷം കെട്ടിപ്പിച്ചും ഓരോ കോലങ്ങൾ കാണിച്ചുകൊണ്ടാണ് നടക്കണം. ഈ ജാസി പറയും പോലെ ആശി കേട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല ഏതത്തിന് കൊടുക്കും. മടൽ വെട്ടിയാണ് അവനെ അടിക്കണത്. അടിച്ച് ഒരു സ്ഥലത്ത് ഇടുകയും ചെയ്യും, പൂട്ടി റൂമിനകത്ത് ഇടുകയും ചെയ്യും. ഇപ്പോൾ മീഡിയക്കാർ ചോദിക്കുന്നുണ്ട് ആശി എവിടെയെന്ന്. അപ്പോൾ പറയണേ ഞാൻ അവനെ അവിടെ പൂട്ടിയിട്ടിട്ടാണ് വന്നത്, അല്ലെങ്കിൽ അവൻ വരാൻ സമ്മതിക്കൂല എന്ന്. എവിടെ പോയാലും ആശിയെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ആശിയെ പൂട്ടിയിട്ടിട്ട് പോകും. എന്നിട്ട് അവിടെ ചെന്ന് കിടന്ന് തിരുവനന്തപുരത്ത് പോയതാണ് പ്രതിഷേധത്തിന്. അവിടെ ചെന്ന് കിടന്ന് ഷോ കാണിക്കുന്നു. ഇതാണ് അവൻ്റെ ജോലി. കാക്കളെ കൊണ്ട് തോറ്റെത്തുമല്ല. നീ വെള്ളം എടുത്തു, അതൊക്കെ ഇത് കഴുകിക്കളെ. എന്തോ ഒരു കഷ്ടാണ്. പൊണ്ടറൻ കാക്കളെ കൊണ്ട് തോറ്റ്. ദാണ്ടിരിക്കുന്ന കൊമ്പത്ത് പൊണ്ടറൻ പിടിച്ച കാക്ക. കാക്കനെ കോരി എവൻ്റെ കൂടെ എവളിങ്ങനെ നടക്കും. ഒരു മുട്ട അവളിങ്ങനെ എവൻ്റെ കൂടെ അങ്ങ് നടക്കുകയാണ്. എവന് ഇനി വല്ല ഇതാ ഉണ്ടാ? എവളെപ്പോഴും എവിടെ പോയാലും എവളെ കൈവിടാതെ ഇങ്ങനെ കൊണ്ട് നടക്കും. ആശിയെ വിട്ടെന്നാണ് തോന്നുന്നത്. ആശിയെ കൂട്ടില്ല, ആശിയുടെ കൂടെ ഒരിതും ഇല്ല. എവളെയാണ് ഫുള്ളും കൊണ്ട് നടക്കണത്. ഒരു കല്ല് കാക്ക ആശി മണ്ടേന്ന് അപ്പി ഇട്ട് കൊടുക്കണം തലയിൽ കൂടെ. ടെറസിൻ്റെ മണ്ടേ കയറിയിരുന്നോണ്ട് ആശി അപ്പി ഇടണതാണ്. പണ്ടോറൻ കാക്ക ആ കൂടെ ആദ്യം അവിടെ നിർത്തി മാറ്റണം. നിന്നോട് ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ഈ കാക്ക തൂർന്നതിന്റെ കീഴിൽ കൊണ്ടുവന്ന് വണ്ടി കിടല്ലെന്ന്. എനിക്കറിയത് ഇങ്ങനെ വയറിളകി തൂറുന്നു. ഞാൻ പുതിയ ഡ്രസ് വാങ്ങിയതാ ജാസി. ഒരു കളയാ പുതിയ ഡ്രസ്സ് വാങ്ങിയത്. ഇവളെയും കൊണ്ടാണ് ഇവൻ നടത്ത. ഇതിപ്പോൾ ആശിയെ കളഞ്ഞ ലക്ഷണമാണ്. മിക്കവാറും ഇതിപ്പോൾ ഇവർ രണ്ടുപേരും തങ്ങളിൽ അടിയാവും. എന്തോ ഒരു റീൽസ് വൈറലായത് കൊണ്ട് പിന്നെ അത് തന്നെ സ്ഥിരം ചെയ്യും. ഇതാ നോക്കിയോളൂ. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല മാങ്ങ ഇട്ട് വച്ച കുഞ്ഞമത്തി വറ്റിച്ച കറിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ റസിയ. എന്റെ പേര് ജാസി. റസിയാരാ? നിക്കണം ജി. ഇവരെ സ്ഥിരം പരിപാടിയാണ്. ഒരു റീൽസ് വൈറലായി ഇവൻ മറ്റവനെ മുത്തണത്. അപ്പം അതുകൊണ്ട് വീണ്ടും വീണ്ടും ഇത് തന്നെ അവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മീൻ കറി വെച്ചതിൻ്റെ അത് പറഞ്ഞാലും ഇങ്ങനെ മുത്തും. പിന്നെ അത് കഴിഞ്ഞിട്ട് ബിരിയാണി വെച്ചിട്ട് അത് പറഞ്ഞും കൊണ്ടും ഇതേ കണക്കാക്കും. ഇതാ നോക്കിയോളണം. അതാ അടുത്തത്. ഭയങ്കര ടേസ്റ്റ് ആണ്. എനിക്ക് പേഴ്സണലി കൂർക്ക ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് കൂർക്ക ഇഷ്ടമാണെങ്കിൽ താഴത്ത് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോ സ്പെഷ്യൽ ഇതാണിപ്പോൾ ഇവരെ ജോലി. സ്ഥിര പരിപാടിയാണ്. അതുപോലെ ബിരിയാണി കൊടുക്കുമ്പോൾ പഴിഞ്ഞു കുടിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ എടുത്തു വെച്ച് അതിന് ശേഷം മീഡിയയുടെ മുന്നിൽ ഇതുപോലെ അവർ കാണിക്കാറുണ്ട്. ജാസി അങ്ങനെ വിഷുവിനെ കളിയാക്കിയിരിക്കുകയാണ്. ചവിട്ടിയെടുത്ത് വെച്ചുകൊണ്ട് ഓരോന്നും മുളകും മല്ലിയും ഉപ്പും മഞ്ഞളും എല്ലാം കൂടെയൊക്കെ പഞ്ചസാരയും എല്ലാം കൂടെയൊക്കെ പറക്കി വെച്ചും കൊണ്ട് കളിയാക്കുന്ന രീതിക്ക് വെച്ചും കൊണ്ട് പിന്നെ അതിന് ശേഷം ഒരുങ്ങി നിന്നിട്ടാണ് പൊന്നു സഖി എന്നുള്ള പാട്ടും പാടി കളിക്കുന്നത്. അപ്പോൾ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ കളിയാക്കി രണ്ട് പാർട്ടിക്കാരെയും കൂടെ കളിയാക്കുന്ന രീതിക്കൊക്കെയാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. രണ്ട് പാർട്ടിയുടെ വശത്തുള്ള ഇതും അവിടെ പറഞ്ഞ് ഒപ്പിച്ച് പുള്ളിക്കാരെ കളിയാക്കിക്കൊണ്ട്. ഇങ്ങനെ കളിയാക്കാൻ പാടില്ല. ഒന്നുകിൽ നീ വിഷു കണി എല്ലാവർക്കും വെക്കാം, അതിൻ്റേതായ രീതിക്ക് വെക്കാം. പക്ഷേ വെറും അങ്ങനെയല്ല ആക്ഷേപിക്കുന്ന രീതിക്കാണ് ജാസി അവിടെ കാണിച്ചിരിക്കുന്നത്. ആശി പിന്നെ വെറും മണ്ടായി. അവനെ പിന്നെ ഏത് രീതിക്ക് വേണോ അവൻ പറയണ വാക്ക് അവൻ അനുസരിക്കും. അവൻ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞാൽ അവൻ അങ്ങോട്ട് പോകും, അവിടെ കിടയെന്ന് പറഞ്ഞാൽ അവിടെ കിടക്കും. അങ്ങനെയാണ് ആശീരത്. ഇല്ലെങ്കിൽ അവൻ അന്നം മുട്ടും. യവൻ കൊടുത്താലേ അവനുള്ളു. അതാണ് കാര്യം.
അതാണ് അവൻ്റെ ഉമ്മായ എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് അവൻ്റെ കൂടെ ഇങ്ങനെ കൂടിയിരിക്കുന്നത്. അതുപോലെ വേറെ ഒരുത്തിയുണ്ട്, അവള് പണി ഒപ്പിക്കും, മിക്കവാറും മൊത്തത്തിൽ കരയേണ്ടി വരും.